നമുക്ക് വലിയൊരു പട്ടണത്തിലേക്ക് പോകാം. അവിടെ ഉച്ചസമയം. തെരുവിലെ സൂര്യൻ ചൂട് പിടിച്ചിരിക്കുന്നു. കുറഞ്ഞ വൃത്തിയുള്ള പാൻസും ഷർട്ടും ധരിച്ച് ആ റോഡിലൂടെ നടന്നു നീങ്ങുകയാണ് അനീഷും അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ കൊച്ചു സഹോദരി ദിയയും. പക്ഷെ ദിയയുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം. സ്കൂളിൽ ഫ്രഷേഴ്സ് ഡേ വരികയാണ്. അതിന് പുതിയൊരു ഡ്രസ്സ് വാങ്ങണം. ആ കാര്യം ആശയോടെ തന്നെ അവൾ അനീഷിനോട് സൂചിപ്പിച്ചു. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ തൻ്റെ പോക്കറ്റിനുള്ളിലെ പഴയ പേഴ്സെടുത്ത് ഒന്ന് നോക്കി. വളരെ തുച്ഛമായ പണം മാത്രമാണ് അവൻ്റെ കയ്യിലുള്ളത്. എന്നാൽ തൻ്റെ സഹോദരിയുടെ ആഗ്രഹം നടത്തിക്കൊടുക്കുവാൻ അവൻ സഹോദരിയുടെ കൈ പിടിച്ച് ഒരു കടയിലേക്ക് കയറി. പട്ടണത്തിലെ വലിയൊരു കട, റോയൽ ഫാബ്രിക്. അവിടെ വില കൂടിയ ഡിസൈനുള്ള ഡ്രസ്സുകൾ, എയർ കണ്ടീഷൻ, തിളങ്ങുന്ന ലൈറ്റുകൾ. അവിടെ നിൽക്കുന്നവർ സമ്പന്നരായ ആളുകൾ മാത്രം. സമ്പന്നരായ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും. എന്നാൽ അവർ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ നിൽക്കുന്നവർ അവരെ അടിമുടി നോക്കി. കടയിലെ സ്റ്റാഫ് ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു. ഒട്ടും ബഹുമാനമില്ലാതെ അവരോട് പെരുമാറി. എന്നാൽ അനീഷ് അതൊന്നും വകവയ്ക്കാതെ അവൻ്റെ അനിയത്തി ദിയയ്ക്ക് പറ്റിയ ഒരു ഉടുപ്പ് തരുവാൻ പറഞ്ഞു. എന്നാൽ ഇത് കേട്ടപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇവിടെ ഡ്രസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 രൂപ തൊട്ടാണ്. നിങ്ങളെ കണ്ടിട്ട് അതിനുള്ള കപ്പാസിറ്റിയൊന്നുമില്ലല്ലോ. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ള കഥയൊന്നുമല്ല ഇത്. ഉടനടി തന്നെ അനീഷ് തൻ്റെ പഴയ പേഴ്സിലുള്ള കുറച്ച് നോട്ടും കുറച്ച് പഴയ ചില്ലറകളുമൊക്കെ തപ്പിപ്പറക്കി സ്റ്റാഫിന് കൊടുത്തു. എനിക്ക് ഈ പണത്തിനുള്ള ഡ്രസ്സ് തരണം. എന്നാൽ ഇത് കണ്ട ഉടനെ തന്നെ കടയുടെ ഉടമ ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങളെപ്പോലെയുള്ളവർക്കുള്ള കടയൊന്നുമല്ല ഇത്. നിങ്ങൾ തന്നെ എൻ്റെ ഈ കടയ്ക്ക് അപമാനമാണ്. ഇതുപോലെയുള്ള ചില്ലറയും പണവുമൊന്നും എനിക്ക് ഞങ്ങൾക്കൂടെ ആവശ്യമില്ല. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് അപമാനമാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കടയിൽ നിന്ന് ഇറങ്ങണമെന്ന് തർപ്പിച്ചും ദേഷ്യത്തിലും പറഞ്ഞു. എന്നാൽ ഇത് കേട്ടപ്പോൾ അനീഷിൻ്റെ നെഞ്ചിൽ 1000 കത്തി ഇറക്കി കയറ്റിയതുപോലെ തോന്നി. അനീഷ് ഒരൊറ്റ നോട്ടം നോക്കി. ഉടനടി ദിയയെ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു. എന്നാൽ ദിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കടയിൽ നിൽക്കുന്നവർ അവരെ നോക്കി ആക്ഷേപിച്ചുകൊണ്ട് തന്നെ ചിരിച്ചു. എന്നാൽ എന്തു പറയണമെന്നറിയാതെ അനീഷിൻ്റെ കൈ പിടിച്ച് സങ്കടത്തോടെ അവർ വീട്ടിലേക്ക് പോയി. വീട്ടിലെ ചെറിയ കുടിലിൽ ചെന്ന് അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അമ്മ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അനീഷിൻ്റെ മനസ്സിൽ എന്നും ഒരു മുറിവായി അത് ഉണങ്ങാതെ കിടന്നു. അവൻ അന്നു മുതൽ ഒരു തീരുമാനമെടുത്തു. എത്ര അധ്വാനിച്ചിട്ടായാലും വേണ്ടില്ല, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല, പണമുണ്ടാക്കണം. ഒരു ചെറിയ കടയെങ്കിലും തുടങ്ങണം. ഞങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം. അന്നു മുതൽ അവൻ അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി. രാത്രി 7 മണി വരെ ഡെലിവറി കമ്പനിയിൽ ജോലി. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് ഡെലിവറി. ദിയ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചെറിയ ട്യൂഷനും എടുത്തു തുടങ്ങി. അവർ ഒരുമിച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങി. മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രം, തങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം. പാവങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കട തുടങ്ങണം. അങ്ങനെ ഭക്ഷണം, പഠിത്തം ഇതെല്ലാം ഉപേക്ഷിച്ച് അവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തുടങ്ങി. കഷ്ടപ്പെട്ട് ഓരോ പണവും അവർ സമ്പാദിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ ഓരോ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം നമുക്കൊരു കട തുടങ്ങണം, അവിടെ പാവങ്ങൾക്ക് ബഹുമാനം കിട്ടണം എന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ അവർ ആ കൊച്ചു കടയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി. മനസ്സിൽ അതിൻ്റെ പ്ലാനും വരച്ചു തുടങ്ങി. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങി. പഴയ ഡ്രസ്സുകളൊക്കെ റീഡിസൈൻ ചെയ്തു ദിയ തയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ തയ്ച്ചു. ആദ്യം ഒരാഴ്ച ഒരു ഡ്രസ്സ് മാത്രം വിറ്റു. പക്ഷേ ആ ഡ്രസ്സ് വാങ്ങിയ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് വൈറലായി മാറി. അവരുടെ ഭാഗ്യം ആ പോസ്റ്റിൽ തുറന്നു വന്നു. അടുത്ത മാസം 30 ഓർഡറുകൾ. ദിയ ഡ്രസ്സ് ഡിസൈൻ ചെയ്തു. അനീഷ് ഡെലിവറി ചെയ്തു. അവരുടെ അമ്മ അവരുടെ സഹായത്തിനു കൂടി. അവരുടെ വീട്ടിലെ ഒരു മുറി തന്നെ വർക്ക് ഷോപ്പായി മാറി. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ
അവർ ചെറിയൊരു ബൊട്ടിക് തുറന്നു. അവരുടെ അമ്മയുടെ പേരിൽ ലക്ഷ്മി കളക്ഷൻസ്. അവരുടെ ഓപ്പണിംഗ് ഡേ തന്നെ ചെറിയ അലങ്കാരങ്ങളും മറ്റുമായി കട തുടങ്ങി. ആ ദിവസം തന്നെ പഴയൊരു മുഖം അവരുടെ കടയിലേക്ക് വന്നു. റോയൽ ഫാബ്രിക് കടയുടെ ഉടമ. അവിടേക്ക് ദിയയുടെയും അനീഷിൻ്റെയും ആ ലക്ഷ്മി കളക്ഷനിലേക്ക് ഒരു ചെറിയ ജോലി ചോദിച്ചു കൊണ്ടുവന്നതാണ്. ദൈവം കൊടുത്ത ശിക്ഷ പോലെ തന്നെ കടവും ബാധ്യതയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വലിയ കട അടച്ചുപൂട്ടേണ്ടി വന്നു. നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം അനീഷിൻ്റെ മുന്നിൽ വന്ന് കൂപ്പുകൈകളോട് ചോദിച്ചു, എനിക്കൊരു ജോലി തരുമോ? അനീഷിന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ സെയിൽസ് അസിസ്റ്റൻ്റായി ജോലിക്ക് നിർത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖം അതേസമയം നാണം കൊണ്ട് ചുവന്നിരുന്നു. അങ്ങനെ അന്ന് രാത്രി കട അടയ്ക്കുമ്പോൾ ദിയ അനീഷിനെ നോക്കി പുഞ്ചിരിച്ചു. സന്തോഷം കൊണ്ട് അവർ രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ രണ്ടുപേരും ആകാശത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. അവരെ ബൊട്ടിക് പട്ടണത്തിലെ എല്ലാവർക്കും അഭിമാനമായി മാറി. പാവങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റിയ സ്ഥലം. പണത്തേക്കാളും അവിടെ വലുത് മനസ്സിൻ്റെ സ്നേഹമായിരുന്നു. അവരുടെ ബൊട്ടിക് വെച്ചടി കയറ്റമായി. വലിയൊരു വീട് അവർ സ്വന്തമാക്കി. അനീഷിന് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ലഭിച്ചു. പത്രത്തിൽ വലിയ തലക്കെട്ടോടെ അവരുടെ വാർത്ത വന്നു. ഒരിക്കൽ പുറത്താക്കപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് ലോകമറിയുന്ന കടകളുടെ ഉടമ. ലക്ഷ്മി കളക്ഷൻസ്. അങ്ങനെ ഒരിക്കൽ അഭിമുഖത്തിൽ അനീഷിനോട് ചോദിച്ചു, സാറിന് ഈ നിലയിലെത്തുവാൻ പ്രചോദിപ്പിച്ചത് എന്താണ്? അനീഷ് നിറകണ്ണുകളോടെ പറഞ്ഞു, അവഹേളനമാണ് ചിലപ്പോൾ ഏറ്റവും വലിയ പ്രചോദനം. പണമില്ലാത്തവരെ ചെറുതായി കാണുവാൻ ഒരിക്കൽ തിരിച്ചറിയും പാവങ്ങളുടെ മനസ്സിലാണ് ഏറ്റവും വലിയ സ്വപ്നം നീതിരിക്കുന്നതെന്ന്. അവഹേളനയാണ് ഏറ്റവും വലിയ പ്രചോദനം. നമ്മളെ ആര് അവഹേളിച്ചോ അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുവാനുള്ള വാശി നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെ അനീഷും ദിയയും കഷ്ടപ്പാടുകൾക്കിടയിലും വളർന്നു. കേരളം അറിയുന്ന തുണിക്കടകളുടെ ഉടമയായി മാറി അവർ രണ്ടുപേരും. സന്തോഷത്തോടെ ഇപ്പോൾ അവർ ജീവിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു സഹോദരന്മാരുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളെ കമൻ്റ് ഒന്ന് അറിയിച്ചോളൂ. ഇതിനെപ്പറ്റി ചെറിയൊരു മോട്ടിവേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ മനസ്സിലെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒടുവിൽ വിജയം നമ്മളുടെ ഒപ്പമുണ്ടാകും. ഏതൊരു സക്സസ് ആയ ഒരാൾക്കും പറയാനുണ്ടാകും ഒരു കഷ്ടപ്പാടിൻ്റെ കഥ. ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് വിജയം നേടണം. അപ്പോൾ കിട്ടുന്ന സന്തോഷം അതിനും വലുതാണ് അല്ലേ? അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ലൈക്ക് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ.